ഹായ്, എൻ്റെ അമേരിക്കൻ യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ന്യൂയോർക്കിലെ മാൻഹാട്ടനിലൂടെയുള്ള എൻ്റെ നടത്തം തുടരുകയാണ്. ഞാനിപ്പോൾ 5th അവന്യൂവിലാണ്. തെക്ക് വാഷിംഗ്ടൺ സ്ക്വയർ പാർക്കിൽ നിന്ന് വടക്ക് ഹാർലെം വരെ മാൻഹാട്ടനെ രണ്ടായി വിഭജിക്കുന്ന ഈ തെരുവ് ഉയർന്ന നിലവാരമുള്ള ഷോപ്പിങ്ങുകൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും പാർക്കുകൾക്കും പ്രശസ്തമാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ മിഡ് ടൗൺ മാൻഹാട്ടനിലെ 5th അവന്യൂയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തവും വേറിട്ടതുമായ പള്ളികളിൽ ഒന്നാണ്. ഉയർന്ന ഗോപുരങ്ങൾ, നിയോ ഗോതിക് വാസ്തുവിദ്യ, ചരിത്രപരമായ പ്രാധാന്യം എന്നിവയാൽ നഗരത്തിന്റെ ഒരു കേന്ദ്ര നാഴികക്കല്ലാണ് ഈ കത്തോലിക്ക ദേവാലയം. കുടിയേറ്റം മൂലം ന്യൂയോർക്ക് നഗരത്തിലെ ഗണ്യമായി വർദ്ധിച്ചു വരുന്ന ഐറിഷ് കത്തോലിക്ക വിശ്വാസികൾക്കായി 1815 ഒരു മിഷൻ പള്ളിയായിട്ടാണ് സെന്റ് പാട്രിക് ദേവാലയം സ്ഥാപിതമായത്. ഒരു ചെറിയ പള്ളിയായി ആരംഭിച്ച ഇത് നഗരം വികസിക്കുകയും കുടിയേറ്റ സമൂഹം വളരുകയും ചെയ്തപ്പോൾ ഒരു വലിയ കൂടുതൽ പ്രാധാന്യമുള്ള പള്ളിയുടെ ആവശ്യകത വളർന്നു വന്നു. 1858 ആരംഭിച്ച കത്തീഡ്രലിന്റെ നിർമ്മാണം ആഭ്യന്തര യുദ്ധം പോലുള്ള വെല്ലുവിളികൾക്കിടയിലും 1878 പൂർത്തിയാവുകയും 1879 സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ജെയിംസ് റെൻവിക് ജൂനിയർ രൂപകൽപ്പന ചെയ്ത സെന്റ് പാട്രിക് കത്തീഡ്രൽ നിയോ ഗോതിക് വാസ്തുവിദ്യയുടെ പ്രധാന ഉദാഹരണമാണ്. ദേവാലയം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയായ 330 അടി ഉയരമുള്ള ഇരട്ട ഗോപുരങ്ങളാൽ ഇത് ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നായി മാറി. കെട്ടിടത്തിന്റെ പുറംഭാഗം മസാച്യുസെറ്റ്സിൽ നിന്നുള്ള വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 14,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്റീരിയർ വിശാലമായ അകത്തളവും കമാനമായ സീലിംഗും പല നിറത്തിലുള്ള ഗ്ലാസ് ജാലകങ്ങളും സങ്കീർണമായ കല്ല് കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞതാണ്. 32 വെളുത്ത മാർബിൾ തൂണുകൾ മധ്യഭാഗത്തെ ഇടനാഴിയിൽ നിന്ന് വേർതിരിക്കുന്നു. ഇരുവശത്തുമുള്ള ഇടനാഴിയിൽ 12 കപ്പേളകളുണ്ട്. കത്തീഡ്രലിന്റെ ഫ്ലോർ പ്ലാൻ കുരിശിന്റെ ആകൃതിയിലാണ്. പ്രശസ്ത കലാകാരന്മാർ സൃഷ്ടിച്ച ദേവാലയത്തിലെ സ്റ്റെയിൻ ഗ്ലാസ് ജനലുകളിൽ ബൈബിൾ രംഗങ്ങളും വിശുദ്ധരുടെ ജീവിതവും ചിത്രീകരിച്ചിരിക്കുന്നു. മാർബിളിൽ പൊതിഞ്ഞ സെന്റ് പാട്രിക് കത്തീഡ്രലിന് 332 അടി നീളവും 174 അടി വീതിയുമുണ്ട്. വടക്കൻ ഗോപുരത്തിൽ 19 മണികളും അകത്തളത്തിൽ 7000-ലധികം പൈപ്പുകളുള്ള 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഓർഗൻ എന്നിവയുമുണ്ട്. കരാര മാർബിളിൽ നിർമ്മിച്ച കത്തീഡ്രലിന്റെ ഉയർന്ന ബലിപീഠം നവോത്ഥാന പ്രചോദിതമായ കരകൗശലത്തിന് ഉദാഹരണമാണ്. യുഎസിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ കത്തീഡ്രലിന് താഴെയുള്ള ക്രിപ്റ്റിൽ നിരവധി പ്രമുഖ ആർച്ച് ബിഷപ്പുമാരുടെയും ശവകുടീരങ്ങളുണ്ട്. സെന്റ് പാട്രിക് കത്തീഡ്രലിന് വലിയ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുണ്ട്. ന്യൂയോർക്ക് അതിരൂപതയുടെ മാതൃദേവാലയം എന്ന നിലയിൽ ഇത് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പിന്റെ ഇരിപ്പിടവും നഗരത്തിലും പുറത്തുമുള്ള ദശലക്ഷക്കണക്കിന് കത്തോലിക്കരുടെ ആത്മീയ ഭവനവുമാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആകർഷിക്കുന്ന വാർഷിക ക്രിസ്മസ് ഈവ് മിഡ്നൈറ്റ് മാസിനുള്ള സ്ഥലം കൂടിയാണിത്. ന്യൂയോർക്ക് സിറ്റിയിലെ നാഴികക്കല്ലായ കത്തീഡ്രൽ അമേരിക്കയിലെ ചരിത്രപരമായ സ്ഥലങ്ങളുടെ ദേശീയ രജിസ്ട്രിയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് പാട്രിക് കത്തീഡ്രൽ ന്യൂയോർക്ക് നഗരത്തിന്റെ സാംസ്കാരിക വാസ്തുവിദ്യാ പൈതൃകത്തിന്റെ പ്രതീകമാണ്. ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ സൗന്ദര്യവും സാമുദായിക പ്രാധാന്യവും സമന്വയിപ്പിച്ച് നഗരത്തിന്റെ വിശാലമായ ഭൂപ്രകൃതിയിൽ ഈ ദേവാലയം ഒരു സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ ഹഡ്സൺ നദിക്കരയിലെ പിയർ 86 സ്ഥിതി ചെയ്യുന്ന ഇൻട്രപ്പിഡ് സീ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം അമേരിക്കൻ സൈനിക സമുദ്ര ബഹിരാകാശ ചരിത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രദർശന കേന്ദ്രമാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു വിമാനവാഹിനി കപ്പലായ USS ഇൻട്രപ്പിഡിന്റെ അകത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിൽ
ബഹിരാകാശ വാഹനങ്ങളും അന്തർവാഹിനികളും പോലെയുള്ള സവിശേഷ വാഹനങ്ങളുണ്ട്. ഇവിടെയുള്ള പ്രദർശനങ്ങൾ, അനുഭവങ്ങൾ, ചരിത്രപരമായ പുരാവസ്തുക്കൾ എന്നിവ സന്ദർശകർക്ക് സൈനിക വ്യോമയാനം, നാവിക ചരിത്രം, ബഹിരാകാശ പര്യവേഷണം എന്നിവയിൽ വേറിട്ട അറിവുകൾ നൽകുന്നു. കയറി വരുന്ന ആദ്യത്തെ നിലയിൽ ഇൻട്രപ്പിഡിൽ ഉപയോഗിച്ചിരുന്ന ചില വിമാനങ്ങളുടെയും മറ്റും പ്രദർശനമുണ്ട്. ജെമിനി ബഹിരാകാശ വാഹനത്തിലെ യാത്രക്കാർ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന ക്യാപ്സ്യൂളാണിത്. ഇൻട്രപ്പിഡിൽ നിന്നും അയച്ച റിക്കവറി ഹെലികോപ്റ്ററാണ് അവരെ കടലിൽ നിന്നും കരയിലേക്ക് കൊണ്ടുവന്നത്. ചില വാഹനങ്ങളിലൊക്കെ നമുക്ക് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ട്. ഈ ഡെക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു കോൺകോർഡിന്റെ ഗംഭീരമായ കാഴ്ചയുണ്ട്. 2003 ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അവസാനമായി പറന്ന ബ്രിട്ടീഷ് എയർവേസിന്റെ G-Board എന്ന കോൺകോർഡ് വിമാനമാണിത്. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള വിമാനയാത്രാ സമയം അവിശ്വസനീയമായി കുറച്ചുകൊണ്ട് ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ പറന്ന ആഡംബര വിമാനയാത്രയുടെയും സാങ്കേതിക പുരോഗതിയുടെയും പ്രതീകമായിരുന്നു കോൺകോർഡ്. വ്യോമയാന തീം ചർച്ചകൾ, വിദ്യാഭ്യാസ പരിപാടികൾ, വ്യോമയാന ചരിത്രം ആഘോഷിക്കുന്ന ചടങ്ങുകൾ എന്നിവ ഉൾപ്പെടെ മ്യൂസിയത്തിലെ വിവിധ പ്രത്യേക പരിപാടികളുടെ കേന്ദ്ര ബിന്ദുവാണ് ഈ കോൺകോർഡ്. ഇന്നും അവിടെ ചില ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇൻട്രപ്പിഡ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കോൺകോർഡിലെ ക്യാബിനിലൂടെയും കോക്ക്പീറ്റിലൂടെയും നടക്കാൻ അനുവാദമുണ്ട്. ഇന്ന് നല്ല തിരക്കായതിനാൽ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടതിനാൽ ഞങ്ങൾ ആ ആശയം ഉപേക്ഷിച്ചു. ഇൻട്രപ്പിഡ് മ്യൂസിയത്തിലെ സ്പേസ് ഷട്ടിൽ പവിലിയനാണ് പ്രധാന ആകർഷണം. US സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച ചരിത്രപ്രസിദ്ധമായ ബഹിരാകാശ വാഹനമായ എന്റർപ്രൈസ് എന്ന സ്പേസ് ഷട്ടിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്റർപ്രൈസ് ഒരിക്കലും ബഹിരാകാശത്ത് പറന്നിട്ടില്ലെങ്കിലും നിർണായകമായ പരീക്ഷണ പറക്കുകൾക്കായി ഉപയോഗിക്കുകയും പ്രോഗ്രാമിന്റെ ആദ്യഘട്ടങ്ങളിൽ ഷട്ടിലിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. സന്ദർശകർക്ക് പവിലിയനിലൂടെ നടന്ന് ഷട്ടിൽ അടുത്തു നിന്ന് കാണാനും അതിന്റെ രൂപകൽപ്പന, നിർമ്മാണം, ബഹിരാകാശ പര്യവേഷണത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും. മനുഷ്യ ബഹിരാകാശ യാത്രയുടെ ചരിത്രം, നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം, ബഹിരാകാശ പര്യവേഷണത്തിന്റെ വിശാലമായ വിവരണം എന്നിവ പരിവേഷണം ചെയ്യുന്ന നിരവധി പ്രദർശനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പവലിയൻ ബഹിരാകാശത്തിൽ മനുഷ്യരാശിയുടെ നേട്ടങ്ങളുടെയും അത് സാധ്യമാക്കിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. പവലിയനിൽ ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകൾ, വീഡിയോ അവതരണങ്ങൾ, ഷട്ടിൽ പ്രോഗ്രാമിന്റെ വിജയങ്ങൾ, വെല്ലുവിളികൾ, അതിന് സംഭാവന നൽകിയ ബഹിരാകാശ യാത്രികർ എന്നിവരുടെ കഥ പറയുന്ന ആർട്ടിഫാക്റ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോളോ ദൗത്യങ്ങൾ മുതൽ ബഹിരാകാശ പരിവേഷണത്തിന്റെ ആധുനിക യുഗം വരെയുള്ള ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിലൂടെ സന്ദർശകരെ എത്തിക്കുന്ന ആഴത്തിലുള്ള പ്രദർശനങ്ങൾ ഇവിടെയുണ്ട്. മ്യൂസിയത്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ വിവിധ കാലഘട്ടങ്ങളിലും സൈനിക ശാഖകളിലും വ്യാപിച്ചു കിടക്കുന്ന ഐക്കോണിക് വിമാനങ്ങളുടെ വിപുലമായ പ്രദർശനമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം മുതൽ ആധുനിക സൈനിക സാങ്കേതിക വിദ്യ വരെയുള്ള 20ലധികം വിമാനങ്ങൾ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. ലോക്ഹീഡ് A-12 ബ്ലാക്ക്ബേർഡ്, F-14 ടോംകാറ്റ്, മക്ഡൊണാൾഡ് ഡഗ്ലസ് F-4 ഫാന്റം 2, ഗ്രൂമൺ F-6 F ഹെൽക്കാറ്റ് തുടങ്ങിയവ ശ്രദ്ധേയമായ വിമാനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവ കൂടാതെ ഈ ശേഖരത്തിൽ സിക്കോസ്കി SH-3 സീ കിങ് പോലുള്ള ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു. ഇവിടുത്തെ ഒരു പൊതു ശ്മശാനമാണിത്. എന്തു ഭംഗിയായിട്ടാണ് ഇത് പരിപാലിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. മതപരമായ അടയാളങ്ങൾക്ക് പകരം അമേരിക്കയുടെ പതാകയാണ് കല്ലറയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്ത് നല്ല ആശയമാണ് അതെന്ന് ഞാൻ ഓർത്തുപോയി. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കുരിശും പല നിറത്തിലുള്ള കൊടികളും കൊണ്ട് ഇവിടം നിറഞ്ഞേനെ. പണക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക കെട്ടിടത്തിനുള്ളിൽ വോൾട്ടഡ് കല്ലറകളും ഇവിടെയുണ്ട്. നാളത്തെ ദിവസം കൊണ്ട് എൻ്റെ അമേരിക്കൻ യാത്രകൾ തീരുകയാണ്. നാളെ ഞങ്ങൾ ടൈംസ് സ്ക്വയർ കണ്ടതിന് ശേഷം ന്യൂജേഴ്സിയിലേക്ക് പോകും. ലോകത്തിന്റെ ക്രോസ് റോഡ് എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും ഊർജ്ജസ്വലവുമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ ടൈംസ് സ്ക്വയറിന്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.